ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇലച്ചെടിയാണ് ഗാർഡൻ ക്രോട്ടൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് പെട്ടെന്ന് വേര് പിടിക്കാൻ എന്ത് ചെയ്യണം, കമ്പ് കുത്തിയിട്ട് വേര് പിടിക്കുന്നത് എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഇന്ന് പറഞ്ഞുതരാം. അത് റീപ്പോർട്ട് ചെയ്യുന്നതും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ 2 തണ്ടെടുക്കുക. ഈ ചെടിയുടെ 2 തണ്ടെടുത്തിട്ട് ഇത് സാധാരണ 2 രീതിയിൽ വെക്കാം. തറയിൽ മണ്ണിലും വെക്കാം. അതേപോലെ തന്നെ ഇപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇട്ട് വേര് പിടിപ്പിച്ചതാണേ. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഈ വെള്ളത്തിൽ ഇട്ട് വേര് പിടിപ്പിക്കുന്ന ഒരു രീതിയാണ്. മറ്റേത് നമ്മൾ ഒരു 2-3 കമ്പ് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു കമ്പൊക്കെ കിളിക്കുള്ളൂ. മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കിളിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇത് കണ്ടില്ലേ, വേര് കുറേ വേരിറങ്ങി. എന്തായാലും ഒരു 5-6 മാസമായി ഇതിപ്പോൾ ഞാൻ നട്ടു വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുക്കുക, പ്ലാസ്റ്റിക് ട്രേയോ, അത് കഴിഞ്ഞിട്ട് ഒരു തെർമോക്കോള് എടുക്കുക, ഒരു സ്ക്വയർ പീസ്. ആ പാത്രത്തിൻ്റെ ആ ബേസ് പിന്നെ ട്രേയുടെ ഷേപ്പിലുള്ളൊരു തെർമോക്കോളും കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് 2-3 ഹോൾ ഇട്ടിട്ട് ഈ കൊമ്പുകൾ ആ ഹോളിലേക്ക് ഇറക്കി വെക്കണം. എന്നിട്ട് ട്രേക്കകത്ത് വെള്ളം ഒഴിച്ച് വെക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണേ, കാരണം വെള്ളം വറ്റിക്കൊണ്ടിരിക്കും. വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പം ഈ ട്രേക്കകത്ത് എപ്പോഴും വെള്ളം ഉണ്ടാവണം. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്നൊക്കെ വേരിറങ്ങുന്നത്. അതിനകത്ത് ഞാൻ 2 കൊമ്പ് നട്ടിരുന്നത്, ആ 2 കൊമ്പും കിളിച്ചു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കണ്ണാടിച്ചെടി. ആ കണ്ണാടിച്ചെടിയും അതേപോലെ തന്നെ ഞാൻ കുത്തി വെച്ചിരുന്നതാണ്. അത് കിളിക്കിച്ച് ഉണങ്ങി ഒക്കെ ഒരു പരുവായിട്ടിരിക്കുന്ന ഒരിതാണ്. കാരണം അതും കിളിക്കും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് കുത്തി വെച്ചെന്നേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഇതേമാതിരി നന്നായിട്ട് വേരിറങ്ങി പിടിച്ച് കിട്ടും. പക്ഷേ മണ്ണിൽ നടുമ്പോൾ നമ്മൾ ഒരു 3 കൊമ്പ് നട്ട് കഴിഞ്ഞാൽ 3ഉം കിളിക്കണമെന്നില്ല. ചിലപ്പോൾ 1 കിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ 1ഉം കിളിച്ചില്ലെന്ന് വരും. അപ്പോൾ പിന്നെ അതുമാത്രമല്ല, മണ്ണിൽ നടുമ്പോൾ നമ്മൾ ഈ നട്ട ഇലയൊക്കെ ചിലപ്പോൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ അതൊരു കോല് മാത്രമായിട്ട് നിന്നിട്ട് പിന്നെ മെല്ലെ കൊണ്ടേ ഇങ്ങനെ ഇലയൊക്കെ വരുള്ളൂ. ഇത് അങ്ങനെയല്ല, ഇലയൊക്കെ ഉണ്ട്. ആ നമ്മൾ വെച്ച ഇല തന്നെ അതിനകത്തുണ്ട്. 1-2 ഇലയൊക്കെ ചിലപ്പോൾ വാടിപ്പോയെന്നിരിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ റീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി എടുക്കുക. ചെറിയ ചട്ടി എടുത്തത്, വലിയ ചട്ടി എടുത്തില്ല. കാരണം ഇത് വെള്ളത്തിൽ നിന്ന് നേരെ മണ്ണിലേക്ക് വെക്കുകയാണല്ലോ. അപ്പോൾ ചെറിയൊരു ചട്ടി എടുക്കുക. അതിനകത്ത് അടിയിൽ കുറച്ച് പിന്നെ കരിയിലയും പച്ചപ്പുല്ലും ഒക്കെ കൂടെ ഇട്ടതവിടെ ഇട്ടിട്ട് മണ്ണ്, കമ്പോസ്റ്റും മേൽമണ്ണും മാത്രം, ഇത് മാത്രമേ ഉള്ളൂ. ഇത് മിക്സ് ചെയ്ത്, പിന്നെ ഞാൻ ഇതിനകത്ത് കുമ്മായം നേരത്തെ ഇട്ട് വെച്ചിരുന്ന മേൽമണ്ണാണേ, അതുകൊണ്ട് കുമ്മായം ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടെ വെച്ച് സിമ്പിളായിട്ട് നമുക്കത് റിപ്പോർട്ട് ചെയ്ത് വെക്കാം. എന്താണെന്ന് വെച്ചാൽ വേര് നമ്മൾ വെള്ളത്തിലായിരുന്നല്ലോ ഇത്രയും ദിവസം ഇരുന്നത്. അപ്പോൾ അത് മണ്ണിലേക്ക് മാറുമ്പോൾ അത് വലിയ ചട്ടിയിലൊന്നും നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇരുന്ന് കുറച്ച് ഒന്നും കൂടെ വേര് ഓടിയതിന് ശേഷം നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇത് ഒരു 3-4 ചട്ടി വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതേ രീതിയിലുള്ള വേറൊരു ടൈപ്പ് ചെടിയാണ് ഇതും ഞാൻ ഇതേപോലെ തന്നെ പിന്നെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ച് വെച്ച് ഇപ്പോൾ വേറെ വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചതാണ്. എന്ത് ഭംഗി നോക്ക്, നല്ല തിക്കായിട്ട് ഇരിക്കുകയല്ലേ. ഇതേപോലെ തന്നെ ഈ ചെടിയുടെ പോലെ തന്നെ ഇപ്പം ഞാൻ നട്ട ചെടിയും വരും. ഇതേപോലെ നിങ്ങൾ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈസിയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.